ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഋഷിമുഖ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുന്നവരും ജടയും മരവുരിയും ധരിച്ചവരും പരാക്രമശാലികളുമായ രാമലക്ഷ്മണന്മാരെ പർവ്വതത്തിൻ്റെ മുകളിലിരുന്നിരുന്ന സുഗ്രീവൻ കണ്ടു. അദ്ദേഹം ഭയപ്പെട്ട് കൊടുമുടിയുടെ ഉയർന്ന ശിഖരത്തിലേക്ക് ഓടിക്കയറി. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, ഹനുമാനെ നോക്കൂ, 2 ധീരന്മാർ. അവർ ആരായിരിക്കാം? ഇനി എന്നെ കൊല്ലുവാൻ ബാലി അയച്ചവർ ആയിരിക്കുമോ? എന്തായാലും ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് അവരുടെ സമീപത്ത് ചെന്ന് വിവരമറിഞ്ഞു വരൂ. അങ്ങ് സംഭാഷണം ചെയ്ത് അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കൂ. അവർ ദുഷ്ടചിന്താഗതിക്കാരാണെങ്കിൽ കൈകൊണ്ട് ഒരു ആംഗ്യം കാണിക്കൂ. ഞാൻ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊള്ളാം. ഇങ്ങനെ സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് രാമലക്ഷ്മണന്മാരെ നമസ്കരിച്ചു. എന്നിട്ട് വിനയത്തോടെ ചോദിച്ചു, പരാക്രമശാലികളായ നിങ്ങൾ ആരാണ്? നിങ്ങൾ പ്രപഞ്ചത്തിന് കാരണഭൂതന്മാരായ പ്രകൃതി പുരുഷന്മാരാണോ? മനുഷ്യരൂപം ധരിച്ച് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനും മനുഷ്യന്മാരെ രക്ഷിക്കാനും അവതരിച്ചതാണോ? ഇങ്ങനെ ആ ബ്രഹ്മചാരിയുടെ വാക്കുകൾ കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഇദ്ദേഹം വ്യാകരണശാസ്ത്രം നന്നായി ഹൃദ്യമാക്കിയവനാണെന്ന് തോന്നുന്നു. കാരണം പറയുന്ന വാക്കുകളിൽ ഒരു അപശബ്ദം പോലും ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മചാരിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഞാൻ ദശരഥപുത്രനായ രാമനാണ്. ഇവൻ എൻ്റെ അനുജനായ ലക്ഷ്മണനാണ്. പിന്നീട് വനത്തിലേക്ക് വരാനുണ്ടായ കാരണമൊക്കെ പറഞ്ഞു. തിരിച്ച് ബ്രഹ്മചാരിയോട് അങ്ങ് ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാനര രാജാവായ സുഗ്രീവൻ്റെ 4 മന്ത്രിമാരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. വാനര രാജാവായ ബാലി സുഗ്രീവനെ നാട്ടിൽ നിന്ന് ഓടിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അപഹരിക്കുകയും ചെയ്തു. ബാലിയെ ഭയപ്പെട്ടാണ് അദ്ദേഹം ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കുന്നത്. അങ്ങയെ കണ്ടത് നന്നായി. എൻ്റെ മനസ്സ് പറയുന്നു, അങ്ങ് സുഗ്രീവനുമായി സഖ്യം ചേരുന്നത് നന്നായിരിക്കുമെന്ന്. ഭാര്യയെ അപഹരിച്ച രാക്ഷസനെ കൊല്ലാൻ സുഗ്രീവൻ സഹായിക്കും. അതുപോലെ തിരിച്ച് സുഗ്രീവനെയും സഹായിക്കാൻ അങ്ങേക്കും സാധിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ സുഗ്രീവൻ്റെ സമീപത്തേക്ക് പോകാം. ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നതും സുഗ്രീവനുമായി സഖ്യം ചേരുവാൻ തന്നെയാണ്. സ്നേഹിതനായ അദ്ദേഹത്തിൻ്റെ കാര്യം നിശ്ചയമായും ഞാൻ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇത് കേട്ട് ഹനുമാൻ തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ച് പറഞ്ഞു, നിങ്ങൾ 2 പേരും എൻ്റെ ചുമലിൽ കയറിയാലും സുഗ്രീവൻ ഇരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രാമനും ലക്ഷ്മണനും ഹനുമാൻ്റെ ചുമലിൽ കയറി. അദ്ദേഹം ഒരു ഒറ്റച്ചാട്ടത്തിന് പർവ്വതത്തിൻ്റെ മുകളിലെത്തി. രാമലക്ഷ്മണന്മാർ ഒരു മരത്തണലിൽ ഇരുന്നു. ഹനുമാൻ സുഗ്രീവനെ സമീപിച്ച് പറഞ്ഞു, അങ്ങ് പേടിക്കേണ്ട, ഇവർ രാമലക്ഷ്മണന്മാരാണ്. ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണ്. രാമനുമായി അങ്ങ് സഖ്യം ചെയ്യുക. അഗ്നിയെ സാക്ഷിയാക്കി സത്യം ചെയ്താൽ 2 പേർക്കും എന്താണോ ആവശ്യം അത് നടക്കുന്നതാണ്. ഹനുമാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവനെ സന്തോഷമായി. വേഗം ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് അവർക്ക് ഇരിക്കാനായി ഒരു മരക്കൊമ്പ് ഒടിച്ചു കൊടുത്തു. രാമൻ്റെ വനവാസവും സീതാപഹരണവും ലക്ഷ്മണൻ സുഗ്രീവനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു, രാജാവേ, ഞാൻ സീതയെ കണ്ടുപിടിക്കാനായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം. അങ്ങയുടെ ശത്രുവിനെ കൊല്ലാനും സഹായിക്കാം. മാത്രമല്ല എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുമുണ്ട്. ഞാൻ മന്ത്രിമാരോടൊന്നിച്ച് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഒരു സ്ത്രീരത്നത്തെ ഏതോ ഒരു രാക്ഷസൻ ആകാശമാർഗത്തിലൂടെ അപഹരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ആ സ്ത്രീ രാമ രാമ എന്ന് വിളിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ആ സ്ത്രീ കുറച്ച് ആഭരണങ്ങൾ ഉത്തരീയത്തിൻ്റെ അംശം കീറി അതിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു. ഞാനതെടുത്ത് ഒരു ഗുഹയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുവരാം. അങ്ങ് നോക്കൂ, അത് സീതാദേവിയുടെ തന്നെ ആണോ എന്ന്. സുഗ്രീവൻ ആഭരണപ്പൊതികൾ കൊണ്ടുവന്ന് രാമനെ കൊടുത്തു. പൊതി അഴിച്ചു നോക്കിയ രാമൻ വീണ്ടും കരയാൻ തുടങ്ങി. എന്നിട്ട് ആ ആഭരണങ്ങൾ നോക്കി പറയാണ്, എന്നെപ്പോലെ നിങ്ങളും ദേവിയിൽ നിന്ന് വേർപെട്ടു പോയല്ലോ. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, രാമ, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. യുദ്ധത്തിൽ രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതാണ്. അനന്തരം ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ചു. രാമനും സുഗ്രീവനും അഗ്നി സാക്ഷിയാക്കി ശപഥം ചെയ്തു.
അതിനുശേഷം രാമൻ്റെ സമീപത്തിരുന്ന് സുഗ്രീവൻ തനിക്ക് വന്ന ആ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞു. മയൻ്റെ പുത്രനും ഗർവിഷ്ഠനുമായ മായാവി എന്ന ഒരു അസുരനുണ്ടായിരുന്നു. അവൻ ഒരു ദിവസം കിഷ്കിന്ധയുടെ ഗോപുരവാതിൽക്കൽ വന്ന് സിംഹനാദം മുഴക്കിക്കൊണ്ട് ബാലിയെ പോരിന് വിളിച്ചു. ഇതുകേട്ട് പുറത്തേക്ക് വന്ന ബാലി മുഷ്ടി ചുരുട്ടി അസുരൻ്റെ മാറിലേക്ക് തുരുതുരെ ഇടിച്ചു. അങ്ങനെ തോറ്റോടിയ അസുരൻ ഓടിച്ചെന്ന് ഒരു ഗുഹയിൽ അഭയം തേടി. അങ്ങനെ ആ ഗുഹയിലേക്ക് അവനോട് എതിരിടാൻ പോകുന്നതിന് മുൻപേ ബാലി എന്നോട് പറഞ്ഞു, നീ പുറത്തു നിൽക്കൂ, ഞാൻ ഗുഹയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഗുഹാദ്വാരത്തിൽ നിന്ന് ചോരയാണ് വരുന്നതെങ്കിൽ ഞാൻ മരിച്ചു എന്ന് കരുതിക്കൊള്ളുക. എന്നിട്ട് നീ പോയി കിഷ്കിന്ധ ഭരിക്കുക. അഥവാ വാലാണ് വരുന്നതെങ്കിൽ അറിയുക, ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ഗുഹയ്ക്കുള്ളിലേക്ക് പോയ ബാലി 1 മാസം കഴിഞ്ഞും തിരിച്ചു വന്നത് കണ്ടില്ല. പെട്ടെന്ന് ഗുഹാദ്വാരത്തിലൂടെ ചോര ഒഴുകി വരുന്നത് കണ്ടു. ബാലിയെ അസുരൻ കൊന്നുവെന്ന് കരുതി സുഗ്രീവൻ വളരെയധികം വിഷമിച്ചു. മാത്രമല്ല, അസുരൻ ഇനി പുറത്തേക്ക് വരരുത് എന്ന് വിചാരിച്ച് ഒരു വലിയ പാറക്കല്ലെടുത്ത് ആ ഗുഹാദ്വാരം അടച്ച് സുഗ്രീവൻ കിഷ്കിന്ധയിൽ പോയി. ആദ്യമൊക്കെ ദുഃഖിതനായി ഇരുന്നുവെങ്കിലും പിന്നീട് രാജ്യത്തിന് ഒരു രാജാവ് വേണം. അതുകൊണ്ട് എല്ലാവരും സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ കുറച്ചുകാലം സുഗ്രീവൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ ബാലി മടങ്ങി വന്നു. ഗുഹാദ്വാരം അടച്ചത് ബാലിയെ കൊല്ലുവാനാണെന്ന് ബാലി തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ അവിടെ രാക്ഷസനായ മായാവിയെ കൊന്നപ്പോൾ ആ മായാവിയുടെ വേലയായിരുന്നു ഗുഹാദ്വാരത്തിലൂടെ ചോര ഒഴുക്കിയത്. അങ്ങനെ സുഗ്രീവനെ തെറ്റിദ്ധരിച്ച ബാലി സുഗ്രീവനെ ഇടിച്ച് ഒരു പരുവത്തിലാക്കി. അവസാനം എല്ലാ ദിക്കിലും ചുറ്റിത്തിരിഞ്ഞ് ഈ പർവ്വതത്തിൽ എത്തിച്ചേർന്നു. കാരണം മുൻപൊരിക്കൽ മദംഗ മഹർഷി ബാലിയെ ശപിച്ചിരുന്നു. ദുന്ദുബി എന്ന ഒരു രാക്ഷസൻ യുദ്ധത്തിനായി ബാലിയെ പോരിന് വിളിച്ച സമയത്ത് ആ ദുന്ദുബിയെ കൊന്നിട്ട് അതിൻ്റെ തല പോത്തിൻ്റെ ശരീരം സ്വീകരിച്ചാണ് വന്നിരുന്നത്. അങ്ങനെ ആ തല വലിച്ചെടുത്ത് ബാലി ചുഴറ്റിയെറിഞ്ഞപ്പോൾ ആ സമയത്ത് ഈ മദംഗ മഹർഷി ഋഷ്യമുഖാചല പർവ്വതത്തിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. മഹർഷിയുടെ ആശ്രമ പരിസരത്താണ് ഈ തല വന്ന് വീണത്. അതുകൊണ്ട് തന്നെ മഹർഷി തൻ്റെ ആശ്രമ പരിസരം അശുദ്ധിയാക്കിയത് ആര് തന്നെയായാലും ഇത് ചെയ്തവൻ ഋഷ്യമുഖാചലത്തിൽ വന്നാൽ അവൻ്റെ തല ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നതാണ് എന്ന് ശപിച്ചു. അതുകൊണ്ട് തന്നെ ബാലിക്കൊരിക്കലും ഈ പർവ്വതത്തിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് അന്ന് ഞാൻ ഇവിടേക്ക് ഒളിച്ചോടി. കൂടെ 4 മന്ത്രിമാരും വന്നു. അങ്ങനെ ഞങ്ങൾ പ്രാണരക്ഷാർത്ഥം ഈ ഋഷ്യമുഖാചലത്തിൽ താമസിച്ചു വരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യയെയും ബാലി തൻ്റെ അധീനത്തിൽ വച്ചിരിക്കുകയാണ്. ഞാനാകെ ദുഃഖിതനാണ് രാമ എന്നൊക്കെ സുഗ്രീവൻ തൻ്റെ കഥ രാമനോട് പറഞ്ഞു. എന്നിട്ട് അന്ന് ആ ബാലി വലിച്ചെറിഞ്ഞ ദുന്ദുബിയുടെ തല ഒരു പർവ്വതം പോലെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് എറിയാൻ കഴിഞ്ഞാൽ അങ്ങേക്ക് ബാലിയെ കൊല്ലാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമാണ്. ഇത് കേട്ട് ശ്രീരാമചന്ദ്രൻ പുഞ്ചിരി തൂകി ആ തല കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തോണ്ടി ഒരു 10 യോജന ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സുഗ്രീവന് അത് അത്ഭുതം തന്നെയായിരുന്നു. വീണ്ടും പറഞ്ഞു, രാമ, വട്ടത്തിൽ നിൽക്കുന്ന ഈ 7 കരിമ്പനകളെ നോക്കൂ. ബാലി കൈത്തരിപ്പ് തീർക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇവയെ വന്ന് പിടിച്ച് കുലുക്കാറുണ്ട്. ബാലി കുലുക്കുമ്പോൾ ഇതിലെ പനമ്പട്ടകൾ താഴെ വീഴാറുണ്ട്. ഒരു ബാണം കൊണ്ട് അങ്ങ് ഇവ 7നെയും പിളർത്തിയാൽ അവിടത്തേക്ക് ബാലിയെ കൊല്ലാൻ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാകും. അങ്ങനെയാവാം എന്ന് പറഞ്ഞ് രാമൻ വില്ലിലൊരു ബാണം തൊടുത്തയച്ചു. അത് ആ 7 വൃക്ഷത്തെയും പർവ്വതത്തെയും ഭൂമിയെയും പിളർത്തി വീണ്ടും തിരിച്ച് രാമൻ്റെ ആവനാഴിയിൽ വന്നു ചേർന്നു. അതുകണ്ട് ആശ്ചര്യപരവശനായി തീർന്ന സുഗ്രീവനെ കുറച്ചു നേരത്തേക്ക് ആ മായയിൽ നിന്ന് മോചനം കിട്ടി അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ചു നേരത്തേക്ക് ഒരു വിരക്തനെ പോലെ സംസാരിച്ച സുഗ്രീവനെ രാമൻ വീണ്ടും മായയിൽ പെടുത്തുന്നുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഈ നാടകം നടക്കുകയുള്ളൂ. അങ്ങനെ സുഗ്രീവനോട് പറയാണ്, ചെല്ലു, ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ. ഇതുകേട്ട സുഗ്രീവൻ കിഷ്കിന്ധയുടെ വാതിൽക്കൽ ചെന്ന് ബാലിയെ പോരിന് വിളിച്ചു. സുഗ്രീവൻ്റെ അട്ടഹാസം കേട്ട് കോപിച്ച ബാലി യുദ്ധത്തിന് വന്നു.
സുഗ്രീവൻ മുഷ്ടി ചുരുട്ടി ബാലിയുടെ മാറിലടിച്ചു. ബാലി സുഗ്രീവനെയും ഇടിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം അതിഭയങ്കരമായ യുദ്ധമായി മാറി. ഇതിലാരാണ് ബാലി, ആരാണ് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാതെ വന്നു. അതുകൊണ്ട് തന്നെ താൻ ശരമയച്ചാൽ അത് തെറ്റായി സുഗ്രീവന്റെ മേൽ തന്നെ കൊള്ളുമോ എന്ന് പേടിച്ചേ ഭഗവാൻ ശരം അയച്ചില്ല. അതേസമയം സുഗ്രീവൻ ആകെ തളർന്നു വീണു. ഒരു നിമിഷം സുഗ്രീവൻ ഭഗവാനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നീ എന്നെ കൊല്ലാനാണോ ഭഗവാൻ ഇതൊക്കെ ചെയ്തത്? അവസാനം തോറ്റോടിയ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനെ കണ്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ്? അങ്ങ് എൻ്റെ ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിപ്പിക്കാനാണോ അങ്ങയുടെ പദ്ധതി? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഒരേ ഛായയാണ്. അതുകൊണ്ട് അകലെ നിന്ന് എനിക്ക് രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ശരം തെറ്റായി ഏറ്റ് അങ്ങ് കൊല്ലപ്പെടുമോ എന്ന് ഭയന്നാണ് ഞാൻ ശരം അയക്കാതിരുന്നത്. എന്തായാലും വീണ്ടും ചെന്ന് ശത്രുവിനെ പോരിന് വിളിക്കൂ. ഇപ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റുകയില്ല. അതിനായിട്ട് സുഗ്രീവനെ ആശ്വസിപ്പിച്ച ശേഷം ശ്രീരാമചന്ദ്രൻ സുഗ്രീവൻ്റെ കഴുത്തിലൊരു പൂമാല അണിയിപ്പിക്കാൻ ലക്ഷ്മണനോട് പറഞ്ഞു. അങ്ങനെ സുഗ്രീവൻ വീണ്ടും ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ഇത് കേട്ടപ്പോൾ ബാലിയുടെ ഭാര്യയായ താരയ്ക്ക് ഒരു സംശയം തോന്നി. താര ബാലിയോട് പറഞ്ഞു, അങ്ങിപ്പോൾ യുദ്ധത്തിന് പോകരുത്. സുഗ്രീവനെ സഹായിക്കാനായി ശക്തനായ ആരോ ഒരാളുണ്ട്. നായാട്ടിന് പോയി വന്ന മകനായ അംഗദൻ എന്നോട് പറഞ്ഞ വിവരം ഇതാണ്. അയോധ്യ രാജാവിൻ്റെ പുത്രനായ രാമൻ അനുജനായ ലക്ഷ്മണനോടും കൂടി ഭാര്യയായ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്ന് താമസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി. അതിനുശേഷം സീതാദേവിയെ അന്വേഷിച്ച രാമലക്ഷ്മണന്മാർ സുഗ്രീവനെ കാണുകയും അവർ തമ്മിൽ സഖ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരമാണ് അംഗദൻ എന്നോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ഈ യുദ്ധം ആപത്തിനാണ്. അങ്ങ് പോകരുത് എന്ന് ബാലിയെ തടഞ്ഞ് താര സംസാരിച്ചപ്പോൾ ബാലി പറഞ്ഞു, സുഗ്രീവനേക്കാളും രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കാൻ ഞാനാണ് സഹായമാകുക. ഞാൻ രാമനിൽ ഭക്തിയുള്ളവനാണ്. അത് ഭഗവാനെ അറിയാതെ വരുമോ? ഒരു കാരണവും കൂടാതെ ഭഗവാൻ എന്തിനാണ് എന്നെ വധിക്കുന്നത്? അതുകൊണ്ട് എന്നെ വിടൂ. ഇവിടെ ഒളിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ബാലി യുദ്ധത്തിനായി പോവുകയാണ്. വീണ്ടും അവർ തമ്മിൽ ഘോര യുദ്ധം നടന്നു. സുഗ്രീവനാകട്ടെ ഇടയ്ക്കിടെ ഭഗവാനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം സുഗ്രീവനെ ഒരുപാട് നേരമൊന്നും ബാലിയെ എതിരിടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഭഗവാൻ ഇന്ദ്രാസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്ത് വൃക്ഷത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് വില്ലിൽ നിന്നും ഞാൻ വലിച്ച് ആ ദിവ്യാസ്ത്രത്തെ ബാലിയുടെ മാറ് ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. ഇടിവാൾ പോലെ ചീറിപ്പാഞ്ഞു വന്ന ആ ശരം ബാലിയുടെ മാർ പിളർത്തി. ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് ബാലി മറിഞ്ഞു വീണു. അപ്പോൾ ബാലി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, എന്തിനെ എന്നെ വധിച്ചു? അതും ഒരു ഒളിപ്പോരാളിയായിട്ട് എന്തിനെന്നെ വധിച്ചു? രാവണനെ രാക്ഷസ സൈന്യങ്ങളോടൊത്ത് ബന്ധിച്ച് ലങ്കയെ തന്നെ ഞാൻ അങ്ങയുടെ കാൽക്കിൽ സമർപ്പിക്കുമായിരുന്നല്ലോ. രാമ, എന്തിനാണ് എന്നെ വധിച്ചത്? ഇങ്ങനെയൊക്കെ ചോദിച്ച ബാലിയോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഞാൻ ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് വില്ലും ധരിച്ച് സഞ്ചരിക്കുന്നത്. ഞാൻ അധർമ്മികളെ കൊന്ന് ധർമ്മത്തെ സംരക്ഷിച്ചു വരുന്നു. നീ സത്യമറിയാതെ സുഗ്രീവനെ മർദ്ദിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കി. മാത്രമല്ല സുഗ്രീവൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. മകൾ, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, മകൻ്റെ പത്നി, ഇവരിൽ ആരെയെങ്കിലും പത്നിയായി സ്വീകരിക്കുന്നവൻ പാപിയാണ്. അതുകൊണ്ട് തന്നെ നീ വധത്തിന് അർഹനാണ്. ആ തെറ്റിനാണ് ധാർമ്മികനായ ഞാൻ അങ്ങയെ ശിക്ഷിച്ചത്. ഇത് കേട്ടപ്പോൾ ബാലിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ഭഗവാനോട് മാപ്പ് പറഞ്ഞു. അങ്ങയുടെ ശരമേറ്റ് അങ്ങയുടെ തിരുമുമ്പിൽ വെച്ച് പ്രാണനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണ്. അങ്ങയെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടുള്ള മരണം യോഗികൾക്ക് പോലും ദുർലഭമാണ്. അങ്ങനെയുള്ള അങ്ങയെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ച ഞാൻ അതീവ ധന്യനാണ്. ഭഗവാനെ, അവിടുന്ന് എൻ്റെ മാറിൽ തറച്ച ഈ ശരം വലിച്ചെടുത്ത് എൻ്റെ ആ മുറിവിൽ ഒന്ന് തൊട്ടു തലോടുവാൻ കരുണയുണ്ടാകണേ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാവാം എന്ന് പറഞ്ഞ് രാമൻ ബാലിയുടെ മാറിൽ തറച്ച ശരം വലിച്ചെടുത്തു. തൻ്റെ ശരമേറ്റ് ഹൃദയം പിളർന്ന് ഭൂമിയിൽ വീണ ബാലിയെ
ശ്രീരാമചന്ദ്രൻ കുളിർമയുള്ളതും പരമസുഖത്തെ പ്രദാനം ചെയ്യുന്നതുമായ തൻ്റെ തൃക്കൈകൾ കൊണ്ട് തൊട്ടു തടവി. അതോടെ ബാലി ശരീരം ഉപേക്ഷിച്ച് പരമഹംസന്മാർക്ക് പോലും പ്രാപിക്കാൻ പ്രയാസമായ പരമപദത്തിൽ പ്രാപിക്കുകയും ചെയ്തു.